പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ
എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥയിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂതം, വർത്തമാനം, ഭാവി, ഈ വിഷയങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിരീക്ഷണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം, അത് ആധ്യാത്മിക ജീവിതത്തിലുണ്ടാകുന്ന ഔന്നത്യം ഈ ദിവസം ചർച്ചയാക്കിയത്. ഇന്ന് അതിനോടനുബന്ധിച്ച് മറ്റൊരു വചനമാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. ഹെബ്രായർ 4:13. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഇതൊരു വിഷയം, ദൈവം നമ്മുടെ ഭാവിയെ വർത്തമാനം പോലെ കാണുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ചിറക്ക് സാവധാനത്തിലാകാൻ കാരണം. ചില പറയത്തില്ലേ, അച്ഛൻ പറഞ്ഞില്ല ഉടമ്പടി ഉടനടി പരിഹാരമെന്ന്, പക്ഷേ അത്രയും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പറയും. അപ്പോൾ അനേകം മക്കൾക്ക് കൃപാസനം പത്രത്തിലുള്ള ഫ്രണ്ട് പേജും സെക്കൻഡ് പേജിലുള്ള എല്ലാം ഉടമ്പടി ഉടനടി പരിഹാരമുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നാലും കുറേ ആൾക്കാർക്ക് ഉടമ്പടിയിൽ ലാഗ് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം, നിങ്ങൾ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് കുമ്പസാരവും ദാനപ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിച്ച് ആ ഒരു ടൈം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തിന് അറിയാം. അതാണ് ഒറ്റ പ്രശ്നം, വലിയൊരു പ്രശ്നമാണത്. കാരണം അടുത്ത കൊല്ലം ഈ കാലങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധി അടുത്ത കൊല്ലം ഉണ്ടാകുമോ? ശരിക്കും കാലത്തിനൊപ്പം വളരേണ്ടതല്ലേ വിശുദ്ധിയും ശക്തിയും ദൈവ ചൈതന്യവും. അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇതിനേക്കാൾ പണ്ടാരക്കുഴിയിലായിരിക്കും നിങ്ങൾ. ഇതിനേക്കാൾ പാപവും, ഇതിനേക്കാൾ തോന്നിവാസവും, ഇതിനേക്കാൾ ഭക്തിയും കുറവും, ഇതിനേക്കാൾ പരസ്നേഹം ഇല്ലായ്മയും അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരിക്കും. പക്ഷെ ദൈവത്തിന് അത് ഇപ്പം അറിയാം, അതാ കുഴപ്പം. അപ്പം നിങ്ങൾ എന്ത് യശോസ്വസ്ത്രം പറഞ്ഞാലും ദൈവം ഏക്കാത്തതിൻ്റെ കാരണം അടുത്ത കൊല്ലം നിങ്ങൾ അതാത് ഇംഗിതത്തിനനുസരിച്ച് കൊണ്ട് അപ്പോഴപ്പോഴുള്ള ലാഭത്തിന് വേണ്ടി ദൈവത്തെ വിറ്റിട്ടുള്ള ആളായിരിക്കും. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ദൈവത്തെ വളരാൻ പറ്റത്തില്ല. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് വേറെ പല വചനങ്ങളുണ്ട്. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ, എനിക്ക് ഒരു രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് പറയണത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് രൂപം കിട്ടത്തില്ല. ഇത്ര ആൾക്കാർ പറഞ്ഞില്ലേ ഒരു രൂപവും ഇല്ലാച്ചാന്ന് പറഞ്ഞതില്ലേ. അപ്പം നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, ഒരു തിന്മയെക്കുറിച്ച്, നമ്മൾ വീഴാൻ പോകുന്ന പാവത്തെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടണ മുമ്പ് തന്നെ നീ അതിൽ വീഴുമെന്ന് ദൈവത്തിന് അറിയാം. അതും ഒരു അപകടകരമാണ്. അത് ഈ ഉടമ്പടിയെ ശരിക്കും പിൻപിടുത്തം നടത്തണുണ്ട് ബാക്കിലേക്ക്. നീ ഇപ്പോഴീ കാര്യം കാണാൻ വേണ്ടി അഭ്യാസമൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്, അപകടത്തിലാണ്. നീ നാളെ ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പം അതുകൂടി ആ പഴുതുകൂടി അടച്ചാൽ ഉടമ്പടി സ്പീഡപ്പാകും.
ആയിരിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തിനും പ്രത്യക്ഷീനത്തിൻ്റെ സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അനറ്റ് ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരാക്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ സ്മിത ജോയ്. ഇതെൻ്റെ അനീത്തി അനാമിയ ജോയ്. 2.5 വർഷമായിട്ട് ഞാനും എൻ്റെ അനീത്തിയും ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോവിധ തടസ്സങ്ങളിൽ ഞങ്ങൾക്കത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിലും ഡെയിലി ബ്രെഡിലും ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ലഭിച്ചു. അതിൽ ഞങ്ങൾ വിശുദ്ധ തൈലവും കാശുരൂപവും പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മോക്ക് ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയണതിനല്ല ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ. പക്ഷേ ഒറിജിനലായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറയണത് അവർക്കും അവർ പറയണത് എനിക്കും മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് ഈ ജനുവരി 19 വിസയ്ക്ക് ഡേറ്റ് എടുത്തു. അപ്പോഴും വിശുദ്ധ തൈലവും കാശുരൂപവും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഓരോ അഡ്രസ്സുകളായിരുന്നു, ഒന്നിലുള്ളതല്ല മറ്റൊന്നിൽ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും മാതാവിനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ജനുവരി 31 ആയപ്പോഴത്തേനും എൻ്റെ അനീത്തിക്ക് വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. എനിക്കെപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി കഴിഞ്ഞു. അപ്പോഴും എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്ന എല്ലാവർക്കും വിസ വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ഈശോയോട് കുറേ പരാതി പറഞ്ഞു. എന്നെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് മാത്രം വരാത്ത. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ല എൻ്റെ എല്ലാ അഡ്രസ്സും വ്യത്യാസമാണ്, നീ വിചാരിച്ചാൽ തന്നെ എനിക്കത് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് വന്നില്ല. ഞാനപ്പോൾ എന്നും ഇങ്ങനെ പരാതി പറച്ചില്ല, എനിക്കത് എന്താ വരാത്തതെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പറയണില്ല, എൻ്റെ ഹിതല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ ഒരു ദിവസം എനിക്ക് രാത്രിയിൽ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്നു. ഒരു വലിയ മല കയറാനായിട്ട് ഒരുപാട് പേര്, എന്നേക്കാൾ വയസ്സായവരും അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ കയറുന്നുണ്ട്, എനിക്ക് മാത്രം കയറാൻ പറ്റണില്ല. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കയറാൻ പറ്റാണ്ട്. അപ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉടമ്പടിയിൽ തീക്ഷ്ണമായിട്ട് വരാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഡെയിലി പള്ളിയിൽ പോയി തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് സമയത്ത് ചൊല്ലി തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ധ്യാനം കൂടിയോണ്ടിരിക്കലേ എനിക്ക് മെയിൽ വന്നു, എന്തോ ഒരു ഡോക്യുമെൻ്റ് മിസ്സായി എന്ന് പറഞ്ഞിട്ട്. ഈ ഏപ്രിൽ 1 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പം 31 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. എനിക്കിപ്പോഴും വിസ വന്നിട്ടില്ല. എനിക്ക് വരാത്തതുകൊണ്ട് ഇവളും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഡോക്യുമെൻ്റ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഈ ചൊവ്വാഴ്ച എനിക്ക് മെയിൽ വന്നു. എന്ത് ഡോക്യുമെൻ്റാണെന്ന് അവർ എക്സാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അയക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏജൻസിയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു മെയിൽ അവർക്ക് റിപ്ലൈ പോലെ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അയച്ചു. പിറ്റേ ദിവസം എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. ഇന്നലെ എനിക്ക് വിസ വന്നു. അപ്പം എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു 28 എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് സമ്മാനമായിട്ട് മാതാവ് തരാനായിട്ട് ഇരിക്കണേന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ വന്നു. പിന്നെ സാക്ഷ്യത്തിലൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട 7 ആ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കണേ. പിന്നെ എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് കിട്ടിയതൊരു രോഗസൗഖ്യമാണ്. എനിക്ക് എല്ലാ മാസവും കഠിനമായ വയറുവേദനയാണ് വരാറ്. അപ്പോൾ എന്നും ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്താലാണ് എനിക്കതിനൊരു ആശ്വാസം ആവാറുള്ളൂ. അതേ തുടർന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൽ ഗ്രോത്ത് ഉള്ളൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇനിയും ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ആവുമെന്ന് പറഞ്ഞു. ഞാൻ എന്നും ആ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഡോക്ടറെ അടുത്ത് ചോദിച്ചു സിസ്റ്റിന് ഗ്രോത്ത് ഉണ്ടോ പിന്നെയും എന്നും ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏത് സിസ്റ്റ്, അങ്ങനെ ഒരു സിസ്റ്റ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫലമായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വെള്ളം കൂടുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. കാരുണ്യപ്രവൃത്തികളായിട്ട് എന്നും ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റണ സഹായം അവരൊക്കെ ചെയ്യാറുണ്ട്. ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ പഠിക്കാൻ പൈസ കൊടുത്ത് സഹായിച്ചു. ഒരു ചേച്ചിക്ക് കല്യാണത്തിന് പൈസയ്ക്ക് തടസ്സം വന്നപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണത് പൈസ കൊടുത്ത് സഹായിച്ചു. ഒരു ചേച്ചിക്ക് വീട് പണിയാൻ പൈസയ്ക്ക് കുറച്ച് തടസ്സം വന്നപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണ പൈസ ആൾക്കും കൊടുത്ത് സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ
ഡെയിലി ബ്രെഡും ധ്യാനം എന്നും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഡെയിലി ബ്രെഡ് എന്നും ഇടുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ അത് ഇടാറുണ്ട്. പിന്നെ പത്രങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലാണ് കൊണ്ട് കൊടുക്കാറ്. ഞങ്ങൾക്ക് തന്ന ഈ ചെറുതും വലുതുമായി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളൊരു ദിവസം തൃശ്ശൂർ ടൗണിൽ പള്ളിയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു അമ്മയും മകനും പപ്പടം വിൽക്കുകയായിരുന്നു. അത് ഒരു 2-3 വയസ്സിനിടയിലുള്ളൊരു മകനായിരുന്നു. അപ്പോൾ ആ മകൻ ഇങ്ങനെ വിശന്നിരിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തേലും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പപ്പടം മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ചേച്ചിക്ക് പപ്പടം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് റെൻറ്റ് കൊടുക്കേണ്ട ദിവസമാണ്, റെൻറ്റിന് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ആദ്യമൊക്കെ എനിക്കോ ഇല്ല, അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ കൊടുക്കണേന്ന് കരുതി ഞാനങ്ങനെ വലിയ എമൗണ്ടൊന്നും ആർക്കും കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് റെൻറ്റിനുള്ള പൈസ ഞാൻ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ല. ആർക്കായാലും അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മോളിപ്പോൾ വിസയുടെ കാര്യം പറഞ്ഞു, അത് വളരെ ലാഘവത്തോടു കൂടിയാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഈ 3 വർഷം ഞങ്ങൾ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടാണ് ഇന്നലെ ആ വിസ ഞങ്ങളുടെ കയ്യിൽ പറ്റിയത്. അപ്പം മാതാവിന് ഒത്തിരി കൊടാനുകൂടി നന്ദി പറയുന്നു, അമ്മയ്ക്കും തിരുക്കുമാരനും. വൃത്താന്തം 4:10. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അനറ്റ് ജോയ്, അനാമിയ ജോയ്, സ്മിത എന്നീ അമ്മയും മക്കളും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ 3 പേരും എടുത്ത ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തെ സന്തോഷത്തോടും നന്ദിയോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടെ സൂചിപ്പിച്ച സാക്ഷ്യം 2 മക്കൾക്കും ജർമ്മനിയിൽ പോകുവാനുള്ള വിസ ലഭിച്ചതും അതിന് അമ്മ സൂചിപ്പിച്ചതുവരെ 3 വർഷമായി നടന്ന വലിയൊരു പരിശ്രമം, ഏറെ പ്രതിസന്ധികൾ, അതിനിടയിലൊക്കെയും പരിശുദ്ധമ്മ ഓരോ തവണയും അത് മുന്നോട്ട് നയിക്കുകയും തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും ജീവിതം ശുഭകരമാകും വിധം കാര്യങ്ങൾക്ക് തീരുമാനമാക്കി കൊടുക്കുകയും ചെയ്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യരാക്കി മാറ്റുന്നുണ്ട്. ഉടമ്പടി നമ്മൾ നമ്മുടെ കാര്യം നടക്കുവാൻ വേണ്ടി മാത്രം ഒരു വഴിയായി കണ്ടെത്തുമെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിയ ചെറിയ മനുഷ്യരായി പോകും. മറ്റുള്ളവരുടെ ജീവിതം നമ്മളിലൂടെ കൂടുതൽ സുരക്ഷിതമാകുവാൻ, അനുഗ്രഹമുള്ളതാകുവാൻ, സന്തോഷമുള്ളതാകുവാൻ, നമ്മളെ തന്നെ നമുക്കുള്ളതിൽ നിന്ന് അല്പം നന്മ ചെയ്തുകൊണ്ട് നമുക്കത് സാധിക്കുമ്പോൾ ആ ഉടമ്പടി ജീവിതത്തിൻ്റെ മാറ്റു കൂടുതലാണ്, പ്രസക്തി കൂടുതലാണ്. 3 പേരും അവരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി പങ്കുവച്ചത് കാരുണ്യ പ്രവൃത്തികളിൽ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ നന്മയുള്ളതാക്കുവാനും അവരുടെ ആയാസങ്ങൾ കുറയ്ക്കുവാനും സഹായിച്ചു എന്നതിനെക്കുറിച്ചാണ്. അതൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണെങ്കിലും മറ്റൊരു കുടുംബത്തിൻ്റെ വാടക നൽകുന്നതിനെക്കുറിച്ചാണെങ്കിലും ഇല്ലായ്മയിലും ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്സിനെക്കുറിച്ചാണെങ്കിലും ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ക്ലേശങ്ങളിൽ, നാം കാണുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ നഷ്ടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ നാം ഉടമ്പടി പ്രകാരമാണ് ജീവിക്കുകയും ഉടമ്പടി അനുസരിച്ചാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് ഫലമുണ്ടാവും, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും. നമ്മൾ ദൈവത്തോടുള്ള വിശ്വസ്തത നിരന്തരം പാലിച്ചാൽ അതൊരിക്കലും നമുക്ക് പാഴായി മാറുകയുമില്ല. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചു, അവിടുത്തോട് പ്രാർത്ഥിച്ചു, കണ്ണീർ തുടച്ച് ജീവിതത്തിന് അനുഗ്രഹം നൽകി ഞങ്ങളുടെ ഭാവിയെ അവിടുന്ന് സുരക്ഷിതമാക്കിയെന്ന ഈ മക്കൾക്കും ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരായിരം നന്ദി. എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാൻ വരുന്നത് എരുമേലിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബറിലാണ്. എൻ്റെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട നിയോഗങ്ങളെന്ന് പറയുന്നത് OET എക്സാം പാസ്സാകാനും നഴ്സിംഗ് എക്സാമിന് നല്ല മാർക്കോടെ കൂടി ജയിക്കാനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ OSCE എക്സാം
അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ നഴ്സിംഗ് എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടുന്ന് ലഭിച്ച വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ എക്സാം സെൻറ്ററിൽ കയറി എൻ്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ഉണ്ടായിരുന്ന എൻ്റെ OET എക്സാമിൻ്റെ സാക്ഷ്യമാണ്. OET എക്സാമിൽ എനിക്ക് റീഡിങ് മൊഡ്യൂൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റീഡിങ് മൊഡ്യൂളിൽ ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് വേണ്ട സ്കോർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി വളരെയധികം വിഷമിച്ചിരുന്നു. അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ ഒന്ന് ജോസഫസിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ലഭിച്ച വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയി എക്സാം എഴുതിയത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് എൻ്റെ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് എഴുതി പുറത്ത് വന്നപ്പം എല്ലാവർക്കും തന്നെ അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അതിന് നല്ല മാർക്കോടുകൂടി തന്നെ എല്ലാ മൊഡ്യൂളും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. പിന്നീട് എൻ്റെ OSCE എക്സാമിന് 12 സ്റ്റേഷനാണുള്ളത്. അതിൽ OSCE എക്സാമിൻ്റെ ഓരോ സ്റ്റേഷനും നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തുടക്കം മുതലേ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലഭിച്ച മാതാവിൻ്റെ ലോക്കറ്റും പിന്നെ അതുപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എല്ലാ സ്റ്റേഷനും ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എൻ്റെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് ക്ലിയറായി. അങ്ങനെ എനിക്ക് മാതാവ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. കാരുണ്യപ്രവൃത്തി അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ വളരെയധികം കാരുണ്യപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുമായിരുന്നു. ദിവസം അരമണിക്കൂറോളം ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കൊന്തയൊലി പ്രാർത്ഥിക്കും. പിന്നെ ജോസഫസിൻ്റെ ധ്യാനങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കും. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് കവർ ചെയ്യാനായിട്ട് ആഴ്ചയിൽ എനിക്ക് സമയം കിട്ടുന്ന വീക്ക് ഓഫ് ഉള്ള സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം ആത്മീയമായി മുന്നേറാനായിട്ട് സാധിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചോളാം. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അലക്സ് ജോയ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തൻ്റെ പരീക്ഷകൾ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമാണ് അമ്മയുടെ തിരുനടയിൽ സുവിശേഷമായി സമർപ്പിച്ചത്. ഓരോ പരീക്ഷയുടെ സമയത്തും മകൻ പ്രത്യേകമാംവിധം നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടുകൂടി അമ്മ മാതാവും ഈശോയും തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ മുന്നോട്ട് നയിക്കും എന്ന പ്രത്യാശയിൽ മകൻ പരീക്ഷകൾ പങ്കെടുക്കുകയും ചെയ്തു. ക്ലേശമുള്ള പരീക്ഷകൾക്ക് പോലും അമ്മ മാതാവിൻ്റെ വലിയ സഹായം മകന് ലഭിച്ചതിനെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം അത് വിശ്വസ്തതയ്ക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ സാക്ഷികളായി ഈ ലോകത്തിൽ നിലനിർത്തുന്നതിന് അമ്മ നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് ഓരോ അനുഗ്രഹങ്ങളും. ലോകം അത് ഏറ്റെടുക്കുന്നതിന് പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടി അമ്മ നമുക്ക് തരുന്ന ഓരോ അടയാളങ്ങളും നാം ലോകത്തോട് അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അനുഗ്രഹവും അനുഭവവുമായി മാറുകയും ചെയ്യുന്നു. നമ്മളിൽ നിന്നും ഉടമ്പടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു ജീവിതം നയിക്കുന്നവരാവുക. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രീതികളിലും നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ കുറവുകൾ ദൈവത്തിന് ചേരാത്തതായി നമ്മുടെ ആത്മാവിന് ചേരാത്തതായി ഉണ്ടെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കൃപയുള്ള മനുഷ്യരായി, എളിമയുള്ള മനുഷ്യരായി, വിശുദ്ധിയുള്ള മനുഷ്യരായി ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വ്യാപരിക്കുവാൻ നമ്മളെ തന്നെ തയ്യാറാക്കുക. അത് കൂടുതൽ കൃപയും കരുണയും നമ്മുടെ മേൽ ദൈവസന്നിധിയിൽ നിന്ന് ചൊരിയുവാൻ കാരണമാകും. നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ നിയോഗങ്ങളെയും വേഗത്തിൽ അനുഗ്രഹിക്കുന്നതിന് അമ്മ മാതാവ് ഈശോയുടെ അരികിൽ നമുക്ക് വേണ്ടി സവിശേഷ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും.
ഉടമ്പടി നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നു. പഴയ ജീവിതത്തിൽ നിന്ന്, പഴയ രീതികളിൽ നിന്ന് നമ്മളെ കുറേ കൂടി ആത്മബലമുള്ള, ദൈവസ്നേഹമുള്ള, സഹോദര സ്നേഹമുള്ള വ്യക്തികളായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. അതിൻ്റെ ആ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം കൂടെ നിന്ന് അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാനാവും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരൻ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരൻ ലഭിച്ച പഠന വിജയങ്ങൾക്കും ജോലിക്കും മറ്റ് സംരക്ഷണങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് റിഞ്ചു. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സായി ഒരു നിയോനെറ്റൽ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റിൻ, സേഫ്റ്റി പ്രൊഫഷണലാണ്. എൻ്റെ മക്കൾ ഹെലന, റൂത്ത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈയിലാണ്. അബുദാബിയിലായിരുന്നു എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു പ്രചോദനം വന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെ ആഴത്തിൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അന്നൊരു ദിവസം എനിക്കിങ്ങനെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാൻ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി വന്ന് ജൂലൈ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ തിരികെ പോയി. അപ്പോൾ ഒരു എൻക്ലസാറിന് നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ആ എക്സാം എഴുതാനായിട്ട് ഒരുങ്ങിയതും. ശരിയായ പ്രിപ്പറേഷനൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാം എഴുതിയെങ്കിലും എനിക്കതിൽ പാസ്സാകുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം ഞാൻ ആ എക്സാം പാസ്സാകുന്നു, അതിലൂടെ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയല്ല അന്ന് നടന്നത്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ വാക്കുകളിലൂടെ കാനാനായ സ്ത്രീയുടെ കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലും എനിക്കൊരു ബോധ്യം ലഭിച്ചു. എനിക്ക് ഈ എക്സാം പാസ്സായാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടവും എനിക്ക് അങ്ങനെയാണോ എൻ്റെ എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ബോധ്യത്തിലൂടെ ഞാൻ ഇന്നും ഈ 2023 തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോരുന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടിയിൽ മുന്നേറുവാനായിട്ടും ഉടമ്പടി വിശ്വാസങ്ങളെ എല്ലാം സ്വീകരിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചു. ഞാൻ അന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പൂർണ്ണ മനസ്സോടുകൂടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 2023 തൊട്ട് ഉടമ്പടിയിലായി പോന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും എനിക്ക് വചനങ്ങൾ പറയുവാനായിട്ടും ഉടമ്പടിയെ കൈമാറുവാനായിട്ടും എല്ലാം സാധിച്ചത് എൻ്റെ ജോലി മേഖലകളിലായിരുന്നു. ഞാൻ അവിടെ കുറേ പേഷ്യൻസുകൾ വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഉടമ്പടി കൈമാറുവാനും ഉടമ്പടിയെപ്പറ്റി പറയുവാനും എല്ലാം എനിക്ക് സാധിച്ചു. അതിനെല്ലാം ശേഷം ഞാൻ 2024 നാട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിരുന്നു. ഞങ്ങൾ തിരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാറ് മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റിയ ഒരു കാറായിട്ട് ഞങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവിടെ പോയപ്പോൾ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നിരാശയോടെയാണ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നത്. എങ്കിലും തിരികെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഷോറൂമിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ആ കാറ് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ പറഞ്ഞതിലും കുറേ രൂപയുടെ വ്യത്യാസത്തിൽ കുറവിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ആ കാറ് ലഭിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഒരു വൈറ്റ് കാർ എടുക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് സിൽവർ കളറിലുള്ള ഒരു കാറാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു.
പിന്നെ മറ്റൊരു അനുഗ്രഹം ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിന് സേഫ്റ്റി പ്രൊഫഷൻ്റെ ഭാഗമായ ഒരു ASP എന്ന എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ ജൂലൈ തൊട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ പങ്കുചേരുകയും എല്ലാം ചെയ്തു. അപ്പോൾ വിശ്വാസത്തോടെ ആ എക്സാം എഴുതാൻ പോയി ആ എക്സാം പാസ്സാകുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ 2024 ശേഷം പിന്നീട് ഇപ്പോൾ നാട്ടിൽ വരുന്നത് ഈ 2026 മാർച്ച് 14 ഞാനപ്പം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ലീവിനുള്ള റിക്വസ്റ്റ് വിടണമായിരുന്നു. അപ്പം ഞാൻ 3 ആഴ്ചത്തെ റിക്വസ്റ്റാണ് മാർച്ചിലേക്ക് ചോദിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ലീവിൻ്റെ അപ്രൂവൽ വന്നപ്പോഴത്തേക്കിനും ഒരാഴ്ചത്തെ ലീവേ ലഭിച്ചുള്ളൂ. അപ്പം ഒരാഴ്ചത്തെ ലീവ് കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും നാട്ടിൽ വന്ന് പോകുന്ന ഒന്നും സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഞാനത് ഉടമ്പടി നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവമേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് അത് ലീവ് തരുവാനായിട്ട് ഇടയാക്കണമേ എന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരാഴ്ച ലീവ് എന്നുള്ളടത്ത് എനിക്ക് 4 ആഴ്ച ലീവായിട്ട് സാധിച്ചു. അത് സാധ്യമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേരം ചോദിച്ചിരുന്ന വേറെ റിക്വസ്റ്റുകൾ വേറെ സ്റ്റാഫ് ചോദിച്ചിരുന്നു, അവരത് ക്യാൻസലായി. അങ്ങനെ എനിക്ക് സ്ലോട്ട് ലഭിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടലായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനപ്പം ഉറപ്പിച്ചു, ഇത് എന്നേക്കാൾ ഉപരിയായിട്ട് മാതാവും ഈശോയും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് ലീവ് ലഭിച്ചത് എന്ന്. അങ്ങനെ അതിനുശേഷം പിള്ളേർക്കിപ്പോൾ സ്പ്രിംഗ് ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു വെക്കേഷൻ സമയത്താണ് ഞങ്ങൾ ഇവിടെ വരാനായിട്ടും ഉടമ്പടി എടുക്കുവാനായിട്ടും എല്ലാം ആഗ്രഹിച്ചത്. അപ്പം പിള്ളേരുടെ കാര്യം ശരിയായി, ഹസ്ബൻഡിൻ്റെ ലീവ് റെഡിയായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഫെബ്രുവരി 24 ടിക്കറ്റ് എടുത്തു മാർച്ച് 13 പോരുവാനായിട്ട്. ഫെബ്രുവരി 28 അബുദാബിയിൽ യുദ്ധം തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പിന്നെ കാര്യങ്ങൾ. പിന്നെ എല്ലാം തന്നെ തകിടം മറിയുന്നതായിരുന്നു. ഫ്ലൈറ്റുകൾ ക്യാൻസലായി തുടങ്ങി. സ്കൂളിൽ നിന്നുള്ള സ്കൂൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം ഡേറ്റുകൾ മാറി. സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, സ്കൂൾ നേരത്തെ ക്ലോസ് ചെയ്ത് നേരത്തെ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും അല്ലായിരുന്നു അത്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു കൺഫ്യൂഷനായി. അപ്പം പക്ഷേ വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ ആഗ്രഹിച്ച കാര്യമാണ്, നീയാണ് ഞങ്ങളോട് നാട്ടിൽ പോകുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയത്. അപ്പോൾ നീ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ലീവിൻ്റെ കാര്യങ്ങൾ യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, യുദ്ധം തുടങ്ങുമെന്ന് നമുക്കെല്ലായിരുന്നു അറിയത്തില്ലായിരുന്നത്. പക്ഷേ ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും എല്ലാം ഇത് അറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയേണ്ടതല്ല, നമുക്ക് തടസ്സം വരേണ്ടതല്ലെന്ന്. പക്ഷേ ഇതിനെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ ഇതിനൊരുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഒരുക്കി തരുമെന്ന് ഞാൻ എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് പ്രാർത്ഥനയെ കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 13 ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. മാർച്ച് 11 ഞങ്ങൾക്ക് മെസ്സേജ് വരുവാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. അന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം എൻ്റെ കുടുംബം എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും വിഷമമൊന്നും എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് ഒരു തരി പോലും വിഷമം അപ്പോഴും വന്നില്ല. എല്ലാവരും വിചാരിച്ചു ഞാൻ കരയുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോഴും പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും ആണെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാൻ വേറൊന്നുമില്ല. കാരണം എൻ്റെ വിശ്വാസം അല്ലാതെ എൻ്റെ പ്രത്യാശയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. കാരണം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഹെബ്രായർ 10:23 ദൈവം തൻ്റെ ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുമെന്ന്. ഞാനപ്പോൾ ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്
സ്ഥിരതയോടെ നിന്നു. ദൈവമേ, നീ ഇടപെടുമെന്നും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ആദ്യം ഒരുങ്ങിയത് ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളൊരു മറ്റൊരു വ്യക്തിയെ കൊണ്ടാണ് ടിക്കറ്റ് എടുപ്പിച്ചത്. അപ്പം ആ ആൾ ഞങ്ങളോട് പറഞ്ഞു, 11-ാം തീയതി വിളിച്ച് പറയുന്നു നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യക്തി, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം മുന്നേ ഒരുക്കിയ ഒരു ദൂതനായിരുന്നു ഷമീർ എന്ന് പറയുന്ന ആ വ്യക്തി. ആ ഷമീർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് എത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ ഓഫീസിൽ പോവുകയും ഞങ്ങൾക്ക് വേണ്ടി 13-ാം തീയതിയിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിലും 14-ാം തീയതി രാവിലത്തേക്കിനുള്ള ഫ്ലൈറ്റിലേക്ക് ഷമീറിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങൾക്കത് ലഭിച്ചു. ഷമീറിനെ ദൈവം ഒരുക്കിയതാണെന്ന്, അത് മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ ഇടപെടലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 14-ാം തീയതി സുരക്ഷിതരായിട്ട് വന്നു. ഞങ്ങളുടെ യുദ്ധകാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്ന പോലെ യുദ്ധമുണ്ട്. എപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും ഭയങ്കര സ്ഫോടന ശബ്ദങ്ങളും ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് എപ്പോഴും അലേർട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ സേഫായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ പൊട്ടലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കിനും താങ്ക് യു മെസ്സേജ് വരുമ്പോഴാണ് എല്ലാവരും പിന്നെ ഒന്ന് ആശ്വാസത്തിലിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ യാത്രയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളോ പിന്നീട് ഫ്ലൈറ്റ് വരുന്ന വഴികളിലോ ഒന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ മാതാവിൻ്റെ സംരക്ഷണത്തിലും ഈശോയുടെ കരുതലിലും ഞങ്ങൾ ഇവിടെ എത്തിച്ചു എന്നാണ്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളെ കഴിയാവുന്ന വിധം മറ്റുള്ളവരെ പണമായിട്ടോ മറ്റു രീതിയിലോ ഒക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അതിലെ എൻ്റെ ഒരു എഫോർട്ട് വരുന്നില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേരൻസിൻ്റെ വഴി ഞാൻ അറിഞ്ഞത്, അബുദാബിയിൽ റോഡ് തൂക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ജോലി ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ അവർക്ക് 6 പേർക്കുള്ള പൊതികളാക്കി ഫുഡും വെള്ളവും എല്ലാമായി അവരെ കണ്ടു നടന്ന് എല്ലാ ആഴ്ചയിലും അവർക്ക് ഭക്ഷണപ്പൊതികൾ കൈമാറാറുണ്ട്. അവരോട് ഒരു വാക്ക് സംസാരിക്കാറുണ്ട്. ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഈ ചെയ്യുന്നത് അവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ, ഞാൻ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അവരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുള്ളത്. അങ്ങനെ 2 വർഷമായിട്ട് എന്നെക്കൊണ്ട് ദൈവം അത് ഒരുക്കി തരുന്നുണ്ട്. ഞങ്ങളെ കഴിയുന്ന വിധം ഞാൻ ആ ഒരു പ്രവൃത്തി എല്ലാ ആഴ്ചയിലും ചെയ്തു പോകുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാനിവിടുന്ന് 2023-ലും 2024-ലും ഉടമ്പടി എടുത്ത് പോയപ്പോൾ പത്രങ്ങൾ വാങ്ങിയായിരുന്നു. അതിൽ ഞാൻ അബുദാബിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുവാനായിട്ട് ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചിരുന്നത്. 2023-ലെ പത്രങ്ങളെല്ലാം തന്നെ എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചു. ഞാനത് ഞങ്ങളുടെ പേഷ്യൻസായിട്ട് വരുന്ന കുട്ടികളുടെ പേരൻസിന്, അത് അന്യനാട്ടുകാരും ഉണ്ട്, അവർക്കും എല്ലാം, പിന്നെ ഞങ്ങളുടെ കൂടെ ഫിലിപ്പീൻസായിട്ടും ഒക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ എല്ലാം നടന്നു കൊടുത്തു. 2024-ൽ ഞാൻ കൊടുത്ത പത്രം എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ അത് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരുന്നു, ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാണ് പത്രം കൊടുത്തു തീർക്കാൻ പറ്റാഞ്ഞ എന്നുള്ളത്. കാരണം ഞങ്ങളുടെ അവിടുത്തെ ഇടവകയിൽ പത്രം കൊടുക്കാൻ പറ്റില്ലെന്ന് അവിടുത്തെ വികാരി അച്ഛൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനെ വകവെക്കാതെ അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, ദൈവമേ എനിക്കിത് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. 2026-ൽ എനിക്ക് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് വന്നു. അതൊരു തമിഴ് ഫാമിലി ആയിരുന്നു. ആ കുഞ്ഞിന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു അവരെ പരിചയപ്പെട്ടു. അതെൻ്റെ പേഷ്യൻ്റ് അല്ലായിരുന്നു, പക്ഷേ എങ്കിലും എനിക്ക് അവരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും അവരെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രം എൻ്റെ പോക്കറ്റിൽ കരുതി വെച്ചിരിക്കുമായിരുന്നു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും ആ പേഷ്യൻറ്റിനെ അലോട്ട് ചെയ്തിരിക്കുന്ന എനിക്കാണ്. അപ്പോൾ ഞാനപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാനൊരു മിഷൻ മദർ മേരി ഓഫ് മിഷനാണ്, വർക്കറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പത്രം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു.
അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കിനും ആദ്യത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു സിസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വലിയൊരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. ഞാൻ 2024 എനിക്ക് ലഭിച്ച പത്രം പഴയതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവരുടെ മുന്നിൽ ആ പത്രം കൊടുക്കുവാനായിട്ട് മാതാവ് വഴി എനിക്കത് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് ഞങ്ങൾ എന്നും കൂടും, അത് ഷെയർ ചെയ്തും സ്റ്റാറ്റസായിട്ട് ഇട്ടും എല്ലാം ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലെ ഉടമ്പടി ധ്യാനം കൂടി ഞാൻ എൻ്റെ ഡയറിയിൽ അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം എഴുതി വെച്ച് പിന്നീട് നോക്കാറുമുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ചില ടോക്കുകൾ എല്ലാവരും അത് മൊത്തവും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ചെറിയ ഭാഗമൊക്കെ ആക്കിയിട്ട് അത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പം എന്നാൽ കഴിയുന്ന വിധമെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉടമ്പടിയെ മറ്റുള്ളവർക്ക് കൈമാറുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഓഫ് കിട്ടാറായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ഞായറാഴ്ചകളിലും മക്കളും പള്ളിയിൽ പോകാറുണ്ട്. എനിക്ക് 2 ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ പള്ളിയിൽ പോകാനായിട്ടുള്ള അവസരം ഞായറാഴ്ചകൾ കിട്ടാറുണ്ട്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിലുള്ള ഉപവാസം എടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും എനിക്ക് 6:30 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴും അതിനു മുൻപായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ഉയരാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലാണെങ്കിലും എനിക്ക് കൊന്ത ചൊല്ലുവാനോ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയെ എൻ്റെ അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്ത് ഉടമ്പടി ജീവിതം വഴി അമ്മ വഴി ഈശോയോട് അടുക്കുവാനായിട്ട് എന്നെ യോഗ്യയാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കുവാനായിട്ടും വചനങ്ങൾ കൈമാറുവാനായിട്ടും അതെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ടും അക്രൈസ്തവരായവർക്ക് ബൈബിളില്ലാത്തവർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാനും എല്ലാം എന്നെ സഹായിച്ചു. പിന്നെ ഒരു ദിവസം രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെഴുകുതിരിയിൽ ഒരു റോസാപ്പൂവിൻ്റെ പോലെ വന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു യൂട്രസിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപം പോലത്തെയുള്ള ഒരു രൂപമാണ് അതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. അപ്പം ഞാനങ്ങനെ വിചാരിച്ചു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ. അപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ പേരൻസിനായിട്ട് അവരോട് ഞാൻ ഉടമ്പടിയെ പറ്റി അവരോട് പറയുകയും അവരിപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ആ ഒരു കുഞ്ഞിന് അവരുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുകയും ഉടമ്പടിയെ പറ്റിയും പ്രത്യക്ഷണ പ്രാർത്ഥനയും അവർക്കാണ് ഞാൻ ഒരു ബൈബിൾ കൊടുത്തതും അതെല്ലാം പറയുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു അനുഭവം ലഭിച്ചപ്പോൾ ഞാൻ ആ പിക്ചർ എടുത്ത് ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അവൾ പറയുന്നത് പുണ്ണി എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പം പുണ്യ പറയുന്നത്, ചേച്ചി ഞാൻ അതിൽ നോക്കുമ്പോഴത്തേക്കിനും ആ പൂവിൻ്റെ നടുക്ക് കാണുന്നത് എൻ്റെ കുഞ്ഞിനെയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പം എനിക്കപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് എന്താണ് മാതാവ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ ആ ഒരു കുടുംബം ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും വിശ്വാസങ്ങളും. ഇവിടെ കൃപാസനത്തിൻ്റെ വചനമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിലാണ് എൻ്റെ ഹസ്ബൻഡിന് ASP എക്സാമിൽ വിജയം ലഭിച്ചത്. ആ ഒരു ബോധ്യം എൻ്റെ ഹസ്ബൻഡിനും ലഭിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് അതിന് ഭാഗമായിട്ട് മറ്റൊരു എക്സാം കൂടിയുണ്ട്. അതിൻ്റെ സാക്ഷ്യമായി ഇനിയും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
പിന്നെ ഞങ്ങൾ ഇനിയും ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാളായി ഇനിയും ഞങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കുമെന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുവാനും ദൈവം ഞങ്ങളെ അതിനനുവദിക്കുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആമീൻ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. സങ്കീർത്തനം 40:10 ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും രക്ഷകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുകയാണ് യഥാർത്ഥ സാക്ഷ്യം. ദൈവത്തിൻ്റെ നീതിയും കരുണയും സ്നേഹവും വാത്സല്യവും നമ്മുടെ ഉള്ളിൽ മാത്രം അടച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തോട് തുറന്നു പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ദൈവാനുഭവം ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കുന്ന ഒരു ദൗത്യമാണ് ഉടമ്പടിയിൽ നമുക്കുള്ളത്. പരിശുദ്ധ അമ്മയും ലൂക്കായുടെ സുവിശേഷം 1-46 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അമ്മ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഈ ഓരോരുത്തരെയും ഈശോയുടെ അടുക്കിലേക്ക് കൈപിടിച്ച് നയിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് കഷ്ടകാലത്ത് പോലും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധി ആയാലും ബുദ്ധിമുട്ടുകളായാലും പ്രശ്നങ്ങളായാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഈശോയും അമ്മയും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യമാണ് റിഞ്ചു ടെസി സാജൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അവിടെയും ഒരു ദൗതൻ എന്ന പോലെ എപ്പോഴും ഇവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെങ്കിൽ വീണ്ടും ഒരു ഉൾപ്രേരണയാൽ ഷമീർ എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുക്കുകയും ആ വ്യക്തി തന്നെ ഇവരുടെക്കുള്ള ടിക്കറ്റിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കാനായിട്ട് ഷമീർ തന്നെ പോവുകയാണ്. അതും മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മക്കൾക്ക് ടിക്കറ്റ് ശരിയാവുകയായിരുന്നു. അതായത് 13-ാം തീയതി ഉണ്ടായിരുന്ന ടിക്കറ്റ് 14-ാം തീയതി ടിക്കറ്റ് റെഡിയാവുകയും പോകുന്ന വഴിക്ക് എല്ലാ പ്രശ്നങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ ഒബ്സർവ് ചെയ്ത് വേണം വരാനായിട്ട്. പക്ഷെങ്കിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ സംരക്ഷണമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും അമ്മയുടെ സംരക്ഷണമുണ്ട്. അതും അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിനേക്കാളും നല്ലൊരു ഫ്ലൈറ്റ്, മനോഹരമായൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഈ യുദ്ധകാലത്ത് സ്വന്തം നാട്ടിലെത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിലെത്താൻ സാധിച്ചത്. ആ മകൾ പറഞ്ഞത്, യുദ്ധത്തെപ്പറ്റി ദൈവത്തിന് അറിയാമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് ഈശോയും അമ്മയും തക്ക സമയത്തെല്ലാം ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാം ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങൾ. ഈ മകൾ ഒരു നഴ്സിംഗ് പ്രൊഫഷണലാണ് ജോലി ചെയ്യുന്നത്, NICUവിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മനസ്സിലാക്കുകയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ ശ്രമം പത്രം കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈശോയും അമ്മയുടെ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയും അമ്മയും കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആ തീഷ്ണത, ആ ജോലി, അതായത് മകൾ പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ ഒരു മിഷണറി ആണെന്നാണ്. അതായത് അത്രയും മാത്രം തീഷ്ണതയോടുകൂടിയാണ് ഈ മകൾ ഈശോയും അമ്മയും കൈമാറ്റം ചെയ്യുന്നത്. ആ സ്നേഹവും ആ വിശ്വാസവും ആ ദൈവാനുഭവങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്.
കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് സങ്കീർത്തകൻ 34 സങ്കീർത്തനത്തിൽ 10 വചനം പറയുന്നത്. ഇവിടെ ജീവിതത്തിലും നിങ്ങൾ എന്ത് ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്നെന്നാണ് പത്രോസിൻ്റെ 1 പത്രോസിൽ 5-7 വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിലെല്ലാം ശ്രദ്ധാലുവാണ്. നമുക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. എല്ലാം സംരക്ഷണവും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയും കരങ്ങളാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ശക്തനും ധീരനുമായിരിക്കാനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട, ധീരനായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റിഞ്ചു ടെസ്സിക്ക് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.